ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ പകൽക്കാലത്തിലെ നമ്മുടെ വായനാ ഭാഗം 2 ശമൂവേൽ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 1-ാം അധ്യായം 12-ാം വാക്യം. അവർ ശൗലിനെയും അവൻ്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയതുകൊണ്ട് വിലപിച്ചു കരഞ്ഞു, സന്ധ്യ വരെ ഉപവസിച്ചു. നിയോഗങ്ങൾ ദൈവത്തിൻ്റെ ഒരു വലിയ പ്ലാനും പദ്ധതിയുമാണ്. അത് ഏറ്റെടുക്കുകയും ഫലപ്രാപ്തിക്കായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ദാവീദിന് ദൈവനിയോഗം ലഭിക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിർണായക ഘട്ടങ്ങളാണ് നാം കാണുന്നത്. ദാവീദിൻ്റെ ഹൃദയം, ദൈവഭയം, നീതി, ക്ഷമ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വായനാ ഭാഗത്ത് നിന്നും നമുക്ക് വെളിവാകുന്നത്. ഈ ഭാഗത്ത് നിന്നും നേതൃത്വത്തിൻ്റെ ചില ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, ശത്രുക്കളുടെ വീഴ്ചയിൽ സന്തോഷിക്കാതെ കരുണ കാണിക്കുക. മറ്റൊരാളുടെ വീഴ്ചയിൽ ദൈവഭക്തി കാണിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ശൗൽ രാജാവ് വെറും ഒരു വ്യക്തിയായിരുന്നില്ല. കാരണം തൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുകയും അകാരണമായി തന്നെ ഉപദ്രവിക്കുവാനും ശ്രമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ശൗൽ രാജാവ്. എന്നാൽ ശൗൽ രാജാവിൻ്റെയും പുത്രന്മാരുടെയും വിയോഗത്തിൽ ദാവീദ് ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യുന്നതായിട്ട് ഇന്നത്തെ വായന ഭാഗം നമ്മോട് പറയുന്നു. ഇത്തരത്തിൽ ശത്രുക്കളുടെയോ മറ്റുള്ളവരുടെയോ വീഴ്ചയിൽ സന്തോഷിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഹൃദയമുള്ളവർക്കേ ഇത്തരത്തിൽ കരുണ കാണിക്കുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത്, അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് എന്ന്. അങ്ങനെയെങ്കിൽ ശത്രുക്കളുടെ വീഴ്ചയിൽ സന്തോഷിക്കാതെ അവരോട് കരുണ കാണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത്തരത്തിലൊരു മനസ്സിൻ്റെ ഉടമകളായി തീരുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട്, സംഘർഷങ്ങളിൽ സഹിഷ്ണുത കാണിക്കുക. ദൈവം നമ്മെ ഉയർത്തുമ്പോൾ നമുക്ക് സംഘർഷങ്ങളും പരീക്ഷണങ്ങളും സ്വാഭാവികമാണ്. 2 ശമൂവേൽ 3-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേലും യഹൂദയും തമ്മിൽ ഇവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ദാവീദിൻ്റെ രാജ്യം ശക്തിപ്പെടുമ്പോൾ പ്രശ്നങ്ങളും കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നു. നമ്മുടെ ഉയർച്ചകളിൽ, നിയോഗ വഴികളിൽ മനുഷ്യരുടെ കപടതയും ദ്രോഹവും ഉണ്ടാകും. ആ ഇടങ്ങളിൽ നീതി പാലിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ സഹിഷ്ണുത പാലിച്ചാൽ, നീതിയോടെ നിലനിന്നാൽ ദൈവം നമ്മെ പരിപാലിക്കും. അങ്ങനെ ദൈവിക നീതി പുലർത്തുന്നവരാകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മുടെ നിയോഗ വഴികളിൽ ദൈവത്തിൻ്റെ സമയത്തിലും പദ്ധതിയിലും നാം വിശ്വസിക്കുക. അങ്ങനെയെങ്കിൽ ദാവീദിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ നിയോഗ വഴികളിൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇന്ന് ചിന്തിച്ചതുപോലെ അവരുടെ അപജയങ്ങളിൽ സന്തോഷിക്കാതെ ദൈവഹൃദയമുള്ളവരാകുവാനും സഹിഷ്ണുതയോടെ ജീവിക്കുവാനും ഞങ്ങളെ ഏവരെയും ഇടയാക്കണമേ. ആമേൻ.